അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായത്തിൽ 27 മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ഊർധ്വം സുപ്തപതത്യേവ ന ശയാനഃ പതത്യഥാ പരിവ്രജ്യ പരിഭ്രഷ്ടോ ന മാർഗം ലഭത്തെ പുനഃ. യഥാ പിപീലികാമൂലാച്ഛാഖായാമധിരോഹതി ശനൈ ശനൈ ഫലം യാതി സുഖേന പദഗാമിനി. വിഹംഗസ്തരസായാതി വിഘ്നശങ്കാമുദസ്യ വൈ ശ്രാന്തോ ഭവതി വിശ്രമ്യ സുഖം യാതി പിപീലികാ. മനസ്തു പ്രബലം കാമമജേയമകൃതാത്മഭി അതഃ ക്രമേണ ജേതവ്യമാശ്രമാനുക്രമേണ ച. ഗൃഹസ്ഥാശ്രമസംസ്ഥോപി ശാന്തഃ സുമതിരാത്മവാൻ ന ച ഹൃഷ്യേൻ ന ച തപേല്ലാഭാല്ലാഭേ സമോ ഭവേൽ. വിഹിതം കർമ്മ കുർവാണസ്ത്യജംശ്ചിന്താന്വിതം ച യത് ആത്മലാഭേന സന്തുഷ്ടോ മുച്യത്തെ നാത്ര സംശയ. പശ്യാഹം രാജ്യസംസ്ഥോപി ജീവന്മുക്തോ യഥാനഘ വിചരാമി യഥാ കാമം ന മേ കിഞ്ചിൽ പ്രജായത്തെ. ഭുഞ്ജാനോ വിവിധാൻ ഭോഗാൻ കുർവൻ കാര്യാണ്യനേകശ
ഭവിഷ്യാമി യഥാഹം ത്വം തഥാ മുക്തോ ഭവാനഘ. കഥ്യത്തെ ഖലു യദൃശ്യമവശ്യം ബധ്യത്തെ കുത. ദൃശ്യാനി പഞ്ചഭൂതാനി ഗുണാസ്തേഷാം തഥാ പുനഃ. ആത്മാഗമ്യോനുമാനേന പ്രത്യക്ഷോ ന കദാചന. സ കഥം ബധ്യത്തെ ബ്രഹ്മൻ നിർവികാരോ നിരഞ്ജന. മനസ്തു സുഖദുഃഖാനാം മഹതാം കാരണം ദ്വിജ. ജാതേ തു നിർമ്മലേ ഹ്യസ്മിൻ സർവം ഭവതി നിർമ്മലം. ഭ്രമൻ സർവേഷു തീർത്ഥേഷു സ്നാത്വാ സ്നാത്വാ പുനഃ പുനഃ. നിർമ്മലം ന മനോ യാവത്താവൽ സർവം നിരർത്ഥകം. ന ദേഹോ ന ച ജീവാത്മാനേന്ദ്രിയാണി പരന്തപ. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. ശുദ്ധോ മുക്തഃ സദൈവാത്മാ ന വൈ ബധ്യേത കർഹിചിൽ. ബന്ധമോക്ഷൗ മനഃസംസ്ഥൗ തസ്മിൻ ശാന്തേ പ്രശാമ്യതി. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ 40-ാമത്തെ ശ്ലോകം വരെ പാടി സമർപ്പിക്കുന്നു. ഇത് ജനകമഹാരാജാവ് ശ്രീശുകന് നൽകുന്ന ഉപദേശത്തിൻ്റെ ഭാഗം ആണ്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മുകളിലായുറങ്ങുമ്പോൾ താഴെ വീഴും എന്നോർക്കുക. താഴെ കിടക്കുന്നവനു ഈ പ്രശ്നമില്ല. സന്യാസത്തെ സ്വീകരിച്ചു ഭ്രഷ്ടനായി തീർന്നു പോയാൽ പിന്നെ അവനൊരു വേറെ മാർഗമതില്ല. ഉറുമ്പുമരച്ചുവട്ടിൽ നിന്നു കൊമ്പിലേക്കു കയറും. സുഖമായി പഴത്തിനു സമീപമെത്തും. തടസ്സം ഭയക്കാതെ പറന്നെത്തുന്ന പക്ഷി തളരും. വിശ്രമിച്ചു സുഖമായി ഉറുമ്പെത്തുന്നു. ബുദ്ധിക്കു വേണ്ടത്ര പരിപാകം വരാത്തവർക്കെന്നും കരുത്തുറ്റ മനസ്സിനെ കീഴടക്കുവാൻ വളരെ പ്രയാസമത്രേ. ക്രമത്തിൽ ആശ്രമങ്ങളെ കടന്നിട്ടു അതിനെ സ്വാധീനമാക്കുക. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഗൃഹസ്ഥനാണെന്നാകിലും ഒരുവനു ശാന്തനായും ആത്മജ്ഞാനിയായിട്ടും കഴിയാം സ്വസ്ഥൻ. ആത്മജ്ഞാനിയായിട്ടും കഴിയാം സ്വസ്ഥനായി. സന്തോഷ സന്താപങ്ങളിലും ലാഭനഷ്ടകണത്തിൽ സമഭാവം ഉള്ളവനായിട്ടും കഴിയാം. വിഷയചിന്ത വേടിഞ്ഞു വിഹിതമാം കർമ്മം ചെയ്താൽ ആത്മലാഭതുഷ്ടനായി മുക്തനായിടാം. രാജ്യം ഭരിക്കുന്നവൻ ഞാൻ, ജീവൻ മുക്തനത്രേ ശുക. ഇഷ്ടം പോലെ സഞ്ചരിപ്പു സ്വതന്ത്രനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
വിവിധങ്ങളായ ഭോഗം അനുഭവിച്ചിട്ടും പിന്നെ വിവിധമാം കാര്യങ്ങളെ നിറവേറ്റിയും ജീവിക്കുന്നു ഞാനും ശുക അതുപോലവേ അങ്ങയ്ക്കും ജീവിച്ചിടാം മുക്തനായി തീരുക ചെയ്യാം. അദൃശ്യമായ വസ്തുവെ ദൃശ്യം ബന്ധിപ്പതെങ്ങനെ? ദൃശ്യം പഞ്ചഭൂതവും തൽഗുണങ്ങളും താൻ. ആത്മാവിനെ അനുമാനിച്ചിടുവാനേ സാധ്യമല്ല. നിർവികാര നിരഞ്ജനൻ ബദ്ധനാകുന്നു. സുഖ ദുഃഖ കാരണമോ സുഖ ദുഃഖ കാരണമോ മനസ്സത്രേ. അതിനാലെ മനസ്സു നിർമ്മലമായാൽ സർവം നിർമ്മലം. സർവതീർത്ഥ സ്നാനത്താലും മനം നിർമ്മലമല്ലെങ്കിൽ സകലതും അർത്ഥശൂന്യം എന്നറിയുക. ശരീരമോ ജീവാത്മാവോ ഇന്ദ്രിയമോ അല്ലേ അല്ല. ബന്ധമോക്ഷത്തിനു ഹേതു മനസ്സ്. ബന്ധമോക്ഷത്തിനു ഹേതു മനസ്സു മാത്രം. ആത്മാവെന്നും ശുദ്ധനത്രേ മുക്തനത്രേ. ഒരിക്കലും ബദ്ധനായി തീരുമില്ല സംശയം വേണ്ട. ബന്ധമോക്ഷമെല്ലാം തന്നെ മനസ്സിനെ ആശ്രയിപ്പു. ബന്ധമില്ല മനസ്സിനെ ശാന്തമാക്കിയാൽ. അമ്മേ ദേവി ഭഗവതി. അമ്മേ ഭദ്രേ ഭഗവതി. അമ്മേ ലക്ഷ്മി ഭഗവതി. അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി. അമ്മേ ലക്ഷ്മി ഭഗവതി. അമ്മേ ഭദ്രേ ഭഗവതി. അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ദേവീ നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ഇന്ന് വിനായക ചതുർത്ഥി കൂടിയാണ്. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 94-ാമത്തെ ദിവസം. ഈ വിനായക ചതുർത്ഥി ദിവസം മടിയിൽ മരതകമണിവർണ്ണനെ ചേർത്ത് വെച്ച മള്ളിയൂർ മഹാഗണപതിയെക്കുറിച്ചുള്ള ഗണേശ പഞ്ചകം എന്ന ഒരു കീർത്തനം ആദ്യം പാടാം. അതിനുശേഷം നമുക്ക് പ്രഭാഷണത്തിലേക്ക് കടക്കാം. ശ്രീഗണേശ്വരം ദേവം ശ്രീഹരിപ്രിയം സ്വാമി സോദരം ദേവമാദ്യപൂജിതം ഭക്തിവർദ്ധകം ദേവമുക്തിദായകം മള്ളിയൂർ സ്ഥിതം ദേവം നിത്യമാശ്രയേ. ശരണമേ ഗണേ ദേവ ശരണമേ ഗണേ.
ശരണമേ ഗണേ ദേവ ശരണമേ ഗണേ ശരണമേ ഗണേ ദേവ ശരണമേ ഗണേ ശരണമേ ഗണേ ദേവ ശരണമേ ഗണേ മോദകപ്രിയം മോഹനാശകം പാർവതീസുതം പാപനാശനം വിഘ്നഭഞ്ജകം വിഷ്ണുപൂജിതം മള്ളിയൂർ സ്ഥിതം ദേവം നിത്യമാശ്രയേ ശരണമേ ഗണേ ദേവ ശരണമേ ഗണേ 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 കേരഭക്ഷകം കരിസമാനനം ശൈവവാസിനം ശൈവനന്ദനം ലോകപൂജിതം ലോകരക്ഷകം മള്ളിയൂർ സ്ഥിതം ദേവം നിത്യമാശ്രയേ ശരണമേ ഗണേ ദേവ ശരണമേ ഗണേ 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 വാരണാനനം വ്യാധിനാശകം വിശ്വവന്ദിതം വിസ്തൃതോദരം ഭൂതനായകം ഭൂസുരാർച്ചിതം മള്ളിയൂർ സ്ഥിതം ദേവം നിത്യമാശ്രയേ ശങ്കരാർച്ചിതം സുന്ദരാനനം ഭക്തപാലകം ഭക്തിവർദ്ധകം ഭൂമിപാലകം സിദ്ധിദായകം മള്ളിയൂർ സ്ഥിതം ദേവം നിത്യമാശ്രയേ ശരണമേ ഗണേ ദേവ ശരണമേ ഗണേ 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 ശരണമേ ഗണേ ദേവ ശരണമേ ഗണേ. ഭഗവാൻ ഗണനായകൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമുക്കുണ്ടാവട്ടെ. ആദ്യ സുപൂജിതനായിരിക്കുന്ന ഭഗവാൻ എന്നെന്നും കാരുണ്യം വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങളാണ് അനുസ്മരിക്കുന്നത്. ഇവിടെ ജനകൻ, മിഥിലയുടെ അധിപൻ, സാക്ഷാൽ ശ്രീശുകന് നൽകുന്ന ഉപദേശങ്ങൾ, അതാണ് മുക്തിക്ക് കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് വനത്തിലേക്ക് നേരിട്ട് പോയി സന്യസിച്ചാൽ പോരെ, എന്തിനാണ് മറ്റ് ആശ്രമങ്ങളെ സ്വീകരിക്കുന്നത് എന്നുള്ള സംശയങ്ങളെയൊക്കെ ദൂരീകരിച്ചും കൊണ്ട് ജനകൻ നൽകുന്ന ഉപദേശങ്ങളാണ് നമ്മൾ ഇന്നലെയും ഒക്കെ കേട്ടത്. ഇവിടെ പറയുകയാണ്, വാസനകൾ അടങ്ങുകയില്ല, അതുകൊണ്ട് അവയെ അടക്കി നിർത്താൻ ക്രമാനുഗതമായ ആശ്രമധർമ്മത്തെ സ്വീകരിക്കുക, അടുത്തത് സ്വീകരിക്കാറാകുമ്പോഴേക്കും ഇതിനെ ഉപേക്ഷിക്കുകയും ചെയ്യാം. ഊർധ്വം സുപ്ത പതത്യേവ ന ശയാന പതത്യഥ പരിവ്രജ്യ പരിഭ്രഷ്ടോ ന മാർഗം ലഭത്തെ പുന. മുകളിൽ കിടന്നുറങ്ങുന്നവന് താഴെ വീഴും അല്ലേ? താഴെ കിടന്നുറങ്ങുന്ന ആളോ, അയാൾക്ക് വീഴ്ചയുണ്ടാവില്ല.
ഇതേപോലെ അപ്പം സന്യാസി ആയതിനു ശേഷം ഭ്രഷ്ടനായാൽ, മുകളിലേക്ക് എത്തിയതിനു ശേഷം താഴേക്ക് വീണാൽ അത് അപകടമാണ്. അവന് മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് ആ പൂർണ്ണമായ വൈരാഗ്യം, വിരക്തി വന്നതിന് ശേഷം മാത്രം സന്യസിക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് 2 ശ്ലോകത്തിലൂടെ ഒരു ഉപമ പറഞ്ഞു തരികയാണ്. യഥാ പിപീലികാമൂലാച്ഛാഘായാമധിരോഹതി ശനൈ ശനൈ ഫലം യാതി സുഖേന പദഗാമിനി. പിപീലിക എന്ന് പറഞ്ഞാൽ ഉറുമ്പ്. അപ്പോൾ ഉറുമ്പ് മരച്ചുവട്ടിൽ നിന്ന് മൂലാച്ഛാഘായാമധിരോഹതി, താഴത്തു നിന്ന് കൊമ്പിലേക്ക് മെല്ലെ മെല്ലെ ശനൈ ശനൈ, പതുക്കെ പതുക്കെ ആ ഫലത്തിലേക്ക് എത്തുന്നു. സുഖേന, സുഖമായിട്ട് ആ പഴത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ വിഹംഗസ്തരസായാതി, തടസ്സമുണ്ടാകുമെന്നൊരു പേടിയുമില്ലാത്ത വിഹംഗം, പക്ഷി, വിഘ്നശങ്കാമുദസ്യ വൈ, ഒരിക്കലും തടസ്സം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ശ്രാന്തോ ഭവതി വിശ്രമ്യ, തളർന്നു പോകുന്നു. ഉറുമ്പ് എന്ത് ചെയ്യണു? വിശ്രമ്യ സുഖം യാതി പിപീലിക, ഉറുമ്പ് വിശ്രമിച്ച് പതുക്കെ പതുക്കെ സുഖമായി സഞ്ചരിച്ച് ആ പഴത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഇതേപോലെയാണ് ഓരോ ആശ്രമങ്ങളിൽ സുഖമായിരുന്ന് പതുക്കെ 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 ഫലമാകുന്ന സന്യാസത്തിലേക്ക്, മുക്തിയിലേക്ക് എത്തുക എന്നുള്ളത്. മനസ്തു പ്രബലം കാമം അജേയമകൃതാത്മഭി അത ക്രമേണ ജേതവ്യം ആശ്രമാനുക്രമേണ ച. ബുദ്ധിക്ക് വേണ്ടത്ര പാകം വരാത്ത ആളുകൾക്ക്, പക്വത വരാത്ത ആളുകൾക്ക് മനസ്തു പ്രബലം, ആ കരുത്തേറുന്ന മനസ്സിനെ കീഴടക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് വേണം? ക്രമേണ ജേതവ്യ. അതുകൊണ്ട് ഓരോ ആശ്രമവും വിജയിച്ച് ആ ആശ്രമങ്ങൾ കടന്ന് അതിനെ സ്വാധീനമാക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേണം, ഓരോ ആശ്രമം കടന്ന് പോകണം എന്ന് അവിടെ പറയുന്നത്. ഗൃഹസ്ഥാശ്രമ സംസ്ഥോപി ശാന്ത സുമതിരാത്മവാൻ നച ഹൃഷ്യേ നച തപേൽ ലാഭേ സമോ ഭവേൽ. ഇപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് ആത്മജ്ഞാനം നേടാൻ പാടില്ല എന്നില്ല. അയാൾക്ക് ആത്മജ്ഞാനിയാവാം, ശാന്തനാവാം, ഉദാരമതിയും ആവാം, ആയിക്കൂടുന്നില്ല. അയാൾ സന്തോഷിക്കുകയോ സന്തപിക്കുകയോ ചെയ്യില്ല. ഇങ്ങനെയുള്ള ആളുകൾ ലാഭനഷ്ടങ്ങളിൽ സമഭാവം ഉണ്ടാവുകയും ചെയ്യും. ഇവർക്ക് എന്തെങ്കിലും കിട്ടി എന്ന് വിചാരിച്ച് അമിതമായി സന്തോഷിക്കില്ല. ഇനി ഒന്ന് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അവർ ദുഃഖിക്കുകയും ഇല്ല. അവർ സമചിത്തന്മാരായിട്ട് തീരുന്നു. മനസ്സ് ഒരേപോലെ ആയിത്തീരുന്നു. വിഹിതം കർമ്മ കുർവാണസ്ത്യജംശ്ചിന്താന്വിതം ചെയ്യൽ ആത്മലാഭേന സന്തുഷ്ടോ മുച്യത്തെ നാത്ര സംശയ. വിഷയചിന്ത വിടിഞ്ഞ് വിഹിതമായ കർമ്മം ചെയ്ത് ആത്മലാഭം കൊണ്ട് സന്തുഷ്ടനായിരിക്കുന്ന ഒരാള് തീർച്ചയായും മുച്യത്തെ, തീർച്ചയായും അയാൾക്ക് മുക്തി ഉണ്ടാവും, അയാൾ മുക്തനാകും എന്നുള്ള കാര്യത്തിൽ നാത്ര സംശയ, ഒട്ടും തന്നെ സംശയമില്ല. പശ്യാഹം രാജ്യസംസ്ഥോപി ജീവൻ മുക്തോ യഥാനഘ. ഹേ അനഘ, പാപമില്ലാത്തവനെ, പുണ്യസ്വരൂപനായിരിക്കുന്നവനെ നോക്കൂ. ഞാൻ പശ്യാഹം രാജ്യസംസ്ഥോപി, ഞാൻ ഈ രാജ്യം ഭരിക്കുന്നവനാണെങ്കിലും ജീവൻ മുക്തനാണ്. വിചരാമി യഥാകാമം നമേ കിഞ്ചിൽ പ്രജായത്തെ, ഇഷ്ടത്തിനൊത്ത് സഞ്ചരിക്കണു. ഒന്നിനോടും എനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവണില്ല. ബന്ധമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ബന്ധനങ്ങളും ഇല്ല. അത് മനസ്സിലാക്കൂ. ഭുഞ്ചാനോ വിവിധാൻ ഭോഗാൻ കുറുവൻ കാര്യാണ്യനേകശ ഭവിഷ്യാമി യഥാഹം ത്വം തഥാ മുക്തോ ഭവാനഘ. വീണ്ടും ഹേ ആ പാപമറ്റവനെ എന്ന് വിളിച്ചു. പല ഭോഗങ്ങൾ അനുഭവിച്ചും കൊണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിച്ചും കൊണ്ട് ഞാൻ ജീവിക്കുന്നത് പോലെ അങ്ങയ്ക്കും ജീവിക്കാം, അങ്ങയ്ക്കും മുക്തനായിട്ട് തീരാം. ഭവിഷ്യാമി യഥാഹം ത്വം തഥോ മുക്തോ ഭവാനഘ. അങ്ങയ്ക്കും മുക്തി നേടാനായിട്ട് സാധിക്കും. കഥ്യത്തെ ഖലു യദൃശ്യം അവശ്യം ബധ്യത്തെ കുത ദൃശ്യാനി പഞ്ചഭൂതാനി ഗുണാസ്തേഷാം തഥാ പുന. അദൃശ്യം ആയതിനെ ദൃശ്യമായ വസ്തു എങ്ങനെ ബന്ധിപ്പിക്കും? അവശ്യമായതിനെ വശ്യം
എങ്ങനെയുണ്ടാവുന്നതാണ്. ഇപ്പം ദൃശ്യമായ ഈ അനാത്മവസ്തുക്കൾക്കൊന്നും അദൃശ്യവും ദൃശ്യവും അതേപോലെ നിത്യവുമായിരിക്കുന്ന ആത്മവസ്തുവിനോട് ബന്ധമില്ല എന്ന് മനസ്സിലാക്കുക. ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളും അവയുടെ ഗുണങ്ങളും മാത്രമാണ് എന്ന് മനസ്സിലാക്കൂ. അപ്പോൾ അദൃശ്യമായതിനെ ദൃശ്യമായ വസ്തുവിന് ഒരിക്കലും ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ആത്മാഗമ്യോനുമാനേന പ്രത്യക്ഷോന കഥാചന സ കഥം ബധ്യത്തെ ബ്രഹ്മൻ നിർവികാരോ നിരഞ്ജന. അനുമാനം കൊണ്ട് ആത്മാവിനെ ഊഹിക്കാനേ പറ്റുള്ളൂ, അതിനെ കാണാൻ പറ്റില്ല, അത് പ്രത്യക്ഷമല്ല, അല്ലേ? ഇന്ദ്രിയങ്ങൾക്ക് അത് വിഷയമല്ല. അപ്പം അതുകൊണ്ട് ഹേ ബ്രഹ്മൻ, ബ്രാഹ്മണ, നിർവികാരനും നിരഞ്ജനനുമായിരിക്കുന്ന ആത്മാവ് എങ്ങനെ ബദ്ധനാവും? ബദ്ധനായി എന്ന തോന്നൽ മാത്രമാണ്, ഒരിക്കലും ആത്മാവ് ബദ്ധനാവുകയില്ല. മനസ്തു സുഖദുഃഖാനാം മഹതാം കാരണം ദ്വിജ ജാതേതു നിർമ്മലേഹ്യസ്മിൻ സർവം ഭവതി നിർമ്മലം. ഹേ ബ്രാഹ്മണ, വലിയ സുഖ അനുഭവങ്ങൾക്കൊക്കെ കാരണം എന്താണ്? മനസ്സാണ്. മനസ്തു സുഖദുഃഖാനാം മഹതാം കാരണം. മനസ്സാണ് മനഃപരം കാരണമാവനന്തി എന്ന് ശ്രീമദ് ഭാഗവതം ഉദ്ധവോപദേശത്തിൽ ദ്വിജഗീതയിൽ നമ്മൾ കേൾക്കും. അത് തന്നെയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞത്, എല്ലാ സുഖദുഃഖങ്ങൾക്കും കാരണം മനസ്സാണ്. ജാതേതു നിർമ്മലേഹ്യസ്മിൻ സർവം ഭവതി നിർമ്മലം. മനസ്സ് നിർമ്മലമായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിർമ്മലമായിട്ട് തീരും. മനസ്സിനെ നിർമ്മലമാക്കുകയാണ് വേണ്ടത്. ഭ്രമൻ സർവേഷു തീർത്ഥേഷു സ്നാത്വാ സ്നാത്വാ പുനഃ പുനഃ നിർമ്മലം ന മനോയാവത്താവൽ സർവം നിരർത്ഥകം. ചുറ്റിക്കറങ്ങി പലയിടത്തും, അല്ലെ? ഭ്രമൻ സർവേഷു തീർത്ഥേഷു സ്നാത്വ, സകല തീർത്ഥങ്ങളിലും മുങ്ങിക്കുളിച്ചു, വീണ്ടും വീണ്ടും സ്നാനം ചെയ്തു. സ്നാത്വാ സ്നാത്വാ പുനഃ പുനഃ, എന്നിട്ടും നിർമ്മലം ന മനോയാവത്താവൽ സർവം നിരർത്ഥകം. മനസ്സ് നിർമ്മലമാവാതിരിക്കുന്നിടത്തോളം കാലം അതൊക്കെ അർദ്ധശൂന്യമാണ് എന്ന് മനസ്സിലാക്കൂ. ന ദേഹോ ന ച ജീവാത്മാ നേന്ദ്രിയാണി പരന്തപ മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. വീണ്ടും ഒന്നുകൂടി പറഞ്ഞു, ഹേ പരന്തപ, ശരീരമല്ല, ജീവാത്മാവല്ല, ഇന്ദ്രിയങ്ങളുമല്ല. ന ദേഹോ ന ച ജീവാത്മാ നേന്ദ്രിയാണി പരന്തപ മന ഏവ മനുഷ്യാണാം. മനസ്സാണ് മനുഷ്യൻ്റെ ബന്ധമോക്ഷങ്ങൾക്ക് കാരണം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനുഷ്യാണാം ബന്ധമോക്ഷയോ കാരണം മന ഏവ, മനസ്സു മാത്രമാണ് എന്ന് മനസ്സിലാക്കൂ. ശുദ്ധോ മുക്ത സദൈവാത്മാ ന വൈ ബധ്യേത കർഹിച്ചിൽ ബന്ധമോക്ഷൗ മനസ്സംസ്ഥൗ തസ്മിൻ ശാന്തേ പ്രശാമ്യതി. ആത്മാവ് സദാ ശുദ്ധനാണ്, മുക്തനാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ബദ്ധനായിത്തീരുകയില്ല. അപ്പോൾ ബന്ധമോക്ഷങ്ങൾക്ക് ആധാരം എന്ന് പറയുന്നത്, ആശ്രയം എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സ് ശാന്തമായാൽ പിന്നെ ബന്ധം ഇല്ല. മനസ്സംസ്ഥൗ തസ്മിൻ ശാന്തേ പ്രശാമ്യതി എന്ന് മനസ്സിലാക്കൂ എന്ന് പറയുന്ന 40ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം
പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
ലോകാः സമസ്താः സുജനാ ഭവന്തു ലോകാः സമസ്താः ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.